വെൽക്കം ബാക്ക് ടു ബ്യൂട്ടി ലോഞ്ച്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഈ ഒരു മേക്കപ്പ് ലുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അധികം സംസാരിച്ച സമയങ്ങളാണ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ നമ്മളെല്ലാ മേക്കപ്പ് ട്യൂട്ടോറിയലും ചെയ്യുന്ന പോലെ തന്നെ ആദ്യമേ തന്നെ എൻ്റെ ഫേസ് നന്നായിട്ട് ഞാൻ മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ലാക്മിയുടെ പീച്ച് മിൽക്ക് മോയ്സ്ചറൈസറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എപ്പോഴും മേക്കപ്പ് ഇടുന്നതിന് മുന്നേ, ഇപ്പോൾ മേക്കപ്പ് ഇടുന്നില്ലെങ്കിൽ പോലും നമ്മൾ സ്കിന്ന് നമ്മൾ എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്യണം. അത് ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തു. അതിനുശേഷം ഞാനൊരു ലിപ് ബാം അപ്ലൈ ചെയ്യാണ്. ഇത് മെബിലിൻ്റെ ലിപ് ബാമാണ്, ആലിയ ബട്ട് റേഞ്ചിലുള്ള ലിപ് ബാമാണ്. നല്ല അടിപൊളി, നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള സൂപ്പർ ലിപ് ബാമാണ് ഇപ്പോൾ ഇത്. അപ്പോൾ മേക്കപ്പിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ പ്രൈമർ നമ്മൾ എന്തിനാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഈ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ നമ്മുടെ ഫേസിലൊക്കെ ഓപ്പൺ പോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ബ്ലർ ചെയ്ത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ് കിട്ടും നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ വീണ്ടും ഒരു പ്രൈമർ അപ്ലൈ ചെയ്യുവാണ്. പക്ഷേ ഇത് നമ്മൾ ആദ്യം യൂസ് ചെയ്ത പോലത്തെ പ്രൈമർ അല്ല. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ഡ്യൂയി ഫിനിഷ്ഡ് പ്രൈമർ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അത് പ്രൈമറിൻ്റേതായ ഒരു ഫംഗ്ഷനും അത് ചെയ്യുന്നില്ല. പക്ഷേ അതിന് പകരം നമുക്കിത് ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാവുന്നത് ഒരു ലിക്വിഡ് ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ഫൗണ്ടേഷൻ മുകളിലാണെങ്കിലും നമ്മൾ ഫൗണ്ടേഷൻ ഇടുന്നതിന് മുന്നേ ആണെങ്കിലും നമുക്കിതൊരു ലിക്വിഡ് ഹൈലൈറ്ററായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് എവിടെയൊക്കെയാണോ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം തോന്നുന്ന ആ ഒരു ഹയസ്റ്റ് പോയിൻറ്റ്സ്, ഫേസിൻ്റെ ഹയസ്റ്റ് പോയിൻറ്റ്സിൽ മാത്രം ഞാൻ ഈ ഒരു ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പോകണം. അതിനായിട്ടൊരു വെറ്റായിട്ടുള്ള സ്പഞ്ചും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൻ്റെ സെൻറ്റർ പോർഷനിൽ മെയിൻലി ഇങ്ങനെ വിരൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഡോട്ട് ചെയ്ത് ആവശ്യമുള്ള പ്രൊഡക്റ്റ് മാത്രം ആ സെൻറ്റർ പോർഷനിലാണ് അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് അത് ബാക്കിയുള്ള പോർഷനിലോട്ട് ഞാൻ ഡാബ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ഓവറായിട്ട് ഫൗണ്ടേഷൻ ഇട്ടതായിട്ട് നമുക്ക് തോന്നില്ല. കാരണം നമ്മുടെ സെൻറ്ററിൽ മാത്രം നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ആ സ്പഞ്ചിലുള്ള ബാക്കിയുള്ള പ്രൊഡക്ട്സാണ് നമ്മുടെ ഫേസിൽ ഫുള്ള് നമ്മൾ ഡാബ് ചെയ്ത് കൊടുക്കുമ്പോൾ ആവും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് തന്നെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓവറായിട്ട് ഫൗണ്ടേഷൻ ഇട്ട പോലെ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ തോന്നില്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യുവാണ്. കൺസീലർ ഞാൻ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഉള്ളിടത്ത് അപ്ലൈ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ അപ്ലൈ ചെയ്യാം. പിന്നെ നമുക്ക് ഫേസ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യും. അപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ കണ്ണിൻ്റെ ആ അടിയിലും നമ്മുടെ ഫേസ് എവിടേക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം തോന്നുന്നു ആ ഒരു ഏരിയയിൽ മാത്രമാണ് ഞാൻ കൺസീലർ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇനി ഞാനൊരു ട്രാൻസ്ലൂസൻറ്റ് പൗഡർ അപ്ലൈ ചെയ്യാണ്. ഇപ്പോൾ എടുത്തിരിക്കുന്നത് സ്റ്റേക്ക് വർക്കി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നില്ല. നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്ത ഭാഗത്ത് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ടാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ പൗഡർ അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ക്രീസ് ലൈൻസിലൊക്കെ ഇത് സെറ്റിലായിട്ടിരിക്കും. അതപ്പോൾ മഹാവൃത്തികേടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൺസീലറൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് സെറ്റിംഗ് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യണം എന്ന് പറയണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ എൻ്റെ ബ്രൗസ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും എടുക്കുന്ന സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ബ്രൗ കിറ്റാണ് എടുത്തിരിക്കുന്നത് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ കോണ്ടോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫേസ് കോണ്ടോർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിനൊരു ഡെഫിനിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫേസ് അങ്ങോട്ട് ഫ്ലാറ്റായിട്ടിരിക്കും. ഒരു ഡെഫിനിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോണ്ടോർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഷെയ്ഡ് വരുമ്പോഴേക്കും നമ്മുടെ ഫേസിന് നല്ലൊരു ഡെഫിനിഷനാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ജോ ലൈൻസിലും അതേപോലെ തന്നെ ചീക്ക് ബോൺസിൻ്റെ ഏരിയയിലും പിന്നെ എൻ്റെ നോസും ഞാൻ നന്നായിട്ട് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോണ്ടോർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കളർ ബാറിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് എടുക്കുന്നത്. നല്ല അടിപൊളി ഓറഞ്ച് കളറിലൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഞാൻ ഇന്ന് എടുത്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഐ മേക്കപ്പിലോട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആ ഒരു കളർ ട്രാൻസിഷൻ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ ഐലിറ്റിൽ മൊത്തം അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ എടുക്കുന്നത് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. അത് എന്നിട്ട് ജസ്റ്റ് എൻ്റെ ആ ഒരു ലിഡ് ഏരിയയിൽ മാത്രമായിട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ആദ്യം ഡാബ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഈ ഒരു ബ്രൗൺ കളർ എടുത്തിട്ട് ഞാൻ എൻ്റെ ഔട്ടർ കോർണറിലാണ് അപ്ലൈ ചെയ്യുന്നത്. നല്ല ഡാർക്ക് ബ്രൗൺ ആണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ട് ആ ഒരു ഔട്ടർ കോർണറിൽ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പം നമ്മുടെ ഐ ലുക്ക് ഒന്ന് ഹെവി ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെറ്റാലിക് ഷെയ്ഡും കൂടെ എടുത്തിട്ട് ഞാൻ എൻ്റെ കണ്ണിൻ്റെ ഇന്നർ കോർണറിൽ ഒന്ന് പകുതി വരെ എത്തണ്ട ഒരു ഇത്തിരി കോളം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഒരു ഇന്നർ ഏരിയയിൽ മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് രണ്ടും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ലോവർ ലാഷ് ലൈനിൽ നമ്മൾ നേരത്തെ ഔട്ടർ കോർണറിൽ അപ്ലൈ ചെയ്തൊരു ഡാർക്ക് ബ്രൗൺ കളർ ഉണ്ടല്ലോ, അത് തന്നെ ഞാൻ ലോവർ ലാഷ് ലൈനിൽ കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഐ ലൈനർ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഒരു പെൻ ലൈനറാണ്. അപ്പോൾ അതിൻ്റെ ഒരു എൻഡിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് വിങ് ലൈനറൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഒരു എൻഡിൽ ട്രയാങ്കിൾ ഷേപ്പും അതിൻ്റെ അടുത്ത എൻഡിലും പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു നിബ്ബാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു വിങ് ലൈനർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്നൊരു വിങ് ലൈനർ ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ വാട്ടർ ലൈനിലും അതേപോലെ തന്നെ ലോവർ ലാഷ് ലൈനിലും നല്ല തിക്കായിട്ട് തന്നെ ഞാൻ കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കാജൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മസ്കാരയും കൂടെ അപ്ലൈ ചെയ്തിട്ടോ. അത് ഞാൻ ഓഫ് ക്യാമറയിലാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ണ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഞാൻ മസ്കാര അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഒരു ഹൈലൈറ്ററാണ്. ഇത് പേർപ്പിൾ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ഹൈലൈറ്റർ സ്റ്റിക്കാണ് കേട്ടോ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹയസ്റ്റ് പോയിൻറ്റ്സിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹൈലൈറ്ററാണിത്. നമ്മുടെ ഫേസിൽ നന്നായിട്ട് സ്മൂത്തായിട്ട് ഗ്ലൈഡ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗ്ലോ തരുന്നൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഫേസിൽ ഹൈലൈറ്റർ അപ്ലൈ ചെയ്തതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ കോളർ ബോൺസിലും കൂടെ ഞാൻ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഒരു പ്രത്യേക ഭംഗി തരും. നമ്മൾ കുറച്ച് ഇങ്ങനെ ഇറക്കമുള്ള കഴുത്തൊക്കെയുള്ള ഡ്രസ്സാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോളർ ബോണിൽ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഒരു പ്രത്യേക ഒരു ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതിന് പകരം ഈ ഒരു ലിപ് ബാം തന്നെയാണ് ലിപ്സ്റ്റിക്കായിട്ട് അപ്ലൈ ചെയ്യുന്നത്. കാരണം അതിൻ്റെ പിഗ്മെൻറ്റേഷൻ ഒന്ന് നോക്കി, എന്തൊരു പിഗ്മെൻറ്റഡ് ആണെന്നറിയോ. മാത്രമല്ല അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ അതിനുശേഷം ഞാനത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തപ്പോഴേക്കും വിട്ടു പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഐബ്രോസിൻ്റെ താഴെ ഹൈലൈറ്റ് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ കണ്ണിൻ്റെ ഇന്നർ കോർണറിൽ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വേണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക. അതിലെല്ലാത്തിൻ്റെയും ലിങ്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിലോട്ട് നമ്മൾ കിടക്കുകയാണ്. നമ്മൾ സെറ്റിംഗ് സ്പ്രേ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ സെറ്റിംഗ് സ്പ്രേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഫേസിലോട്ട് സ്പ്രേ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ആ ഒരു സ്പഞ്ചിൽ അടിച്ചിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ഫേസിൽ മൊത്തം. നമ്മുടെ വീഡിയോ ഇന്നിവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഇപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അപ്പോൾ അതും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ടിൽ ദെൻ സ്റ്റേ പോസിറ്റീവ് ആൻഡ് ബി ഹാപ്പി. ബൈ.